റൈഡിങ് വൈൽ റെയിനിങ്. ജൂൺ മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ടൈം ടേബിൾ ഇല്ലാത്ത മഴയാണല്ലോ. മഴയെന്ന് തോന്നുന്നപ്പോഴത്തേക്കും ആദ്യം വിളിച്ചിട്ട് പറയും, ചേച്ചി ഇപ്പം നമുക്കൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മഴയൊന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അവളിവിടെ സ്കൂട്ടിയിൽ ഇങ്ങ് വിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം ഷോപ്പിംഗ് സെൻറ്ററായ എൻഗെയിലാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം നമ്മുടെ ജെസിമോളാണ് കേട്ടോ സംസാരിച്ചുകൊണ്ട് നിന്നത്. അവിടെ എല്ലാവർക്കും ഒരു ഇത് നമ്മളെ അറിയാം, അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷോപ്പിങ്ങിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് നാൾ കൂടിയിട്ട് ഞാൻ അവളോട് ഒരുമിച്ചിട്ട് പോകുന്ന ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം അതിന് എനിക്കൊരു ചെറിയ പ്രത്യേകതയുണ്ട്. ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫാൻസി സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. മഴയും തണുപ്പൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ആദ്യമൊക്കെ കുറച്ചൊന്ന് വിശന്ന് വന്നേരം പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു ചൂട് ഷവർമ കഴിച്ചു കേട്ടോ. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പുറത്തിരുന്ന് ഷവർമ കഴിക്കുന്നത്. ഷവർമ വാങ്ങിക്കുക, പാഴ്സൽ കൊണ്ടുവരിക, വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുക, അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇക്കായോടൊപ്പം ആണെങ്കിൽ കാറിനുള്ളിരുന്ന് കഴിക്കും. പക്ഷേ ഇപ്പം ആദ്യമായിട്ടാണ് അവിടെ വെച്ചിട്ട് കഴിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ കയറി മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. അതും മഴയത്ത് മഴയത്തുള്ള റൈഡ് അതൊരു പൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീടെത്തിയപ്പോഴേക്കും ദേ ഒരു സന്ധ്യ കഴിഞ്ഞു. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഇരുട്ടിയിട്ടുണ്ട്. അങ്ങനെ അവളെ ദേ വീട്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ.